അപ്പോൾ ഇതാ എമർജൻസി കൂടെ നമ്മൾ പോണേ. മൂപ്പര് ഒരു ദിവസം എത്ര കിലോമീറ്റർ ചവിട്ട് വയ്ക്കുക? നമ്മൾ ഈ റൈഡിൽ ഏറ്റവും കൂടുതൽ ഒട്ടി 110. ഇതേ ജുനാഗഡ്. നമ്മൾ വേറെ ട്യൂബ് വാങ്ങി വെച്ചുകൊണ്ട് പഞ്ചർ അടക്കാനൊന്നും നിൽക്കേണ്ടി വന്നില്ല. വെൽക്കം ബാക്ക് അഗൈൻ, ഷാമിലരിക്കോടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങാണ് കേട്ടോ. ഇന്ന് 3:30 തന്നെ എണീറ്റ് ഇതാ 4:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങാൻ റെഡി ആയിക്കാണ്. അപ്പോൾ ഇതാ ഇന്നലെ നമ്മൾ കടന്നിട്ടുള്ള സ്ഥലമാണിട്ടത്. ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ലഗേജും കാര്യങ്ങളും വണ്ടിമ്മ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. സൈല, എങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ തുറക്കാം? അടിപൊളി. ഷാനക്ക, അപ്പോൾ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ ഓരോന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. എൻ്റെ ടെൻറ്റ് മുന്നിലേക്ക് വെച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗ് ബാക്ക് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ ബാക്ക് ഒന്നും കൂടി ഹൈറ്റ് കൂടി, ഫ്രണ്ട് ഒന്നും കൂടി ഹൈറ്റ് കുറഞ്ഞു. ഇനി എന്തായാലും റൈഡ് കംഫർട്ടാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ലൈറ്റിക്ക് നോക്കിയാൽ കറക്റ്റ് അറിയാൻ കഴിയും. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇതാ റോഡൊക്കെ ഫുള്ള് ഇരുട്ടാണ്. ഒന്ന് റൈഡ് ചെയ്ത് നോക്കുക. ഞങ്ങളൊരു ടെസ്റ്റിംഗ് ആണ്. അതായത് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് റൈഡിന് ഇറങ്ങി എന്താവും അവസ്ഥ നോക്കാം. അപ്പോൾ നമ്മളെ ബയ്യ പറഞ്ഞതെന്ന് വെച്ചാൽ ലോറി ഡ്രൈവർമാർ കുറേ ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല, കുറച്ച് ആൾക്കാർ മറ്റേ വള്ളത്തിലൊക്കെ ആക്കാരെന്ന് പറഞ്ഞു, നിങ്ങൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഒന്ന് ടെസ്റ്റിംഗ് എന്നുള്ള ലെവലിൽ ഇറങ്ങി നോക്കുകയാണ്. വണ്ടിയും കാര്യങ്ങളൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുതലാളി നല്ല ഉറക്കാണ്. അപ്പം ഇനി മുമ്പരെ വിളിച്ച് ഉണർത്താൻ പറ്റുമല്ലോ. നമ്മൾ പോവാണെന്ന് ഇവരോട് പറഞ്ഞ് പോവാം. മുതലാളി ഉറക്കട്ടെ. നമുക്കെന്തായാലും വീണ്ടും വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാം. അതേമാതിരി ഇതിലെ യാത്ര പോകുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യാം. എന്തായാലും ഇവരോട് നമുക്ക് ബൈ പറഞ്ഞു പോവാം. ബയ്യ, അപ്പോൾ താങ്ക്സ്. കോണർമേ പോലോ ടീക്കേ, ദിസ് വീഡിയോ ഇൻ നെക്സ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഷാനക്ക സെറ്റല്ലേ? പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ റിഫ്ലക്റ്റിംഗ് ജാക്കറ്റ് ഇടലില്ലാന്ന്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് ജാക്കറ്റ് ഇതാ ഷാനക്ക ഇട്ടിട്ടുണ്ട്. സൈല ഒന്ന് തിരിഞ്ഞ, അതാ സൈല ഇട്ടിട്ടുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പം ബ്ലിങ്കറൊക്കെ സെറ്റാണ്. അപ്പോൾ എന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പോന്നിട്ടുള്ളൂ. സൈലൻ്റെ വണ്ടി ബാക്ക് വീൽ പഞ്ചർ ഖത്തം ഹോ ഗയാ. അപ്പോൾ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റാണ്. ഇവിടെ ഇതാ ഒരു പഞ്ചർ ഷോപ്പ് ഉണ്ട്, അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും വേഗം ട്യൂബ് ഊരിയിട്ട് അടുത്ത ട്യൂബ് ഇടുക, റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സൈല. എങ്ങനെയുണ്ട് പഞ്ചർ അനുഭവങ്ങൾ? അടിപൊളി. രാവിലെ തന്നെ മലയാളി ഇപ്പോഴത്തെ പണി പഞ്ചറായില്ലേ? അപ്പൊ മറ്റേ വേറെ എന്തെങ്കിലും ഇപ്പൊ ചെറിയതൊന്ന് വളരെ അത് കാണിച്ചു തരാമല്ലോ കൊഞ്ഞാടിന്ന്. വളരെ ചെറുതൊന്ന്. അപ്പം ചെറിയൊരു കമ്പിയാണ് ഇന്ന് നമ്മളെ പഞ്ചർ ഇട്ടിട്ടുള്ളത്. പഠിച്ചോന്ന് എന്താ പറഞ്ഞത്, ഇന്നത്തെ നിങ്ങളെ സൈക്കിളിലേക്ക് പോകണ്ട, ഒരു 5 മിനിറ്റ് അവിടെ കാട്ടിട്ട് ഒറ്റ വന്നിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞു. അതിനുള്ളതാണല്ലേ പഠിച്ചാൽ നമുക്ക് എന്തായാലും വണ്ടിൻ്റെ അവസ്ഥ നോക്കാം. ആദ്യം വണ്ടിൻ്റെ ഓണർ അവസ്ഥ നോക്കാം. നെന്മയുള്ള അപ്പോൾ നമ്മളെ വണ്ടി ഇതാ കിടക്കണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിപാടി വെച്ചിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. പഞ്ചർ ഏതായാലും ട്യൂബ് നമുക്ക് പിന്നെ പഞ്ചർ എടുക്കാം. പുതിയ ട്യൂബല്ല സൈല, അത് പുതിയ ട്യൂബ്. അപ്പോൾ പുതിയ ട്യൂബ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോഴും നല്ല ഇരുട്ടാണ്, നല്ല മഞ്ഞാണ്. അങ്ങനെ രണ്ടാമത്തെ പഞ്ചറും എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. രാവിലെ നേരത്തെ നീച്ചിറങ്ങിയതാണ് നമ്മൾ. പക്ഷേ വൈമന്ന് നമുക്ക് പഞ്ചർ കിട്ടിയ കാരണം ഇതാ വൈമൽ കുത്തിരിക്കുകയാണ്. പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചർ അടിച്ച ടൈം ആളില്ല. നമ്മൾ പുതിയ ട്യൂബ് ഇട്ടിട്ട് പണി തീർക്കുക. നമ്മൾ നേരത്തെ പുതിയൊരു ട്യൂബ് വാങ്ങി കൈ വെച്ചതുകൊണ്ട് നമുക്കിത് വേഗം ഇനിയിപ്പോൾ നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്തെത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് പഞ്ചർ അടക്കാം. അപ്പോൾ ഇതാ നമ്മളെ സൈക്കിള് റെഡി ആയിട്ടുണ്ട്. സഹില, യെസ്.
അവിടെ നോക്കിയാണ് ചിരിച്ചത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? രാവിലെ തന്നെ പഞ്ചർ. അടിപൊളി. ഒരു ദിവസം നേരത്തെ കാലത്തെ നീച്ച് ഇറങ്ങിയതാ, അവിടെയും പണിട്ടി. ഏതായാലും കുഴപ്പമില്ല, വേഗം ശരിയായിക്കണം കേട്ടോ. നമ്മൾ വേറെ ട്യൂബ് വാങ്ങി വെച്ചുകൊണ്ട് പഞ്ചർ അടക്കാനൊന്നും നിൽക്കേണ്ടി വന്നില്ല. അതിന് നമുക്ക് ഒരു പഞ്ചർ ഷോപ്പെന്നോ അല്ലെങ്കിൽ നമുക്ക് സേഫായ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് പഞ്ചർ അടക്കാം. ഇപ്പൊ എന്തായാലും നമ്മളെ യാത്ര വേഗം തുടരും. ഇപ്പൊ സമയം 6 മണി. ഒന്ന് ചിരിച്ച പഞ്ചറായ എന്റെ മ്ലാനതയിൽ ഇങ്ങനെ നിക്കല്ലേ. വേണ്ടാവട്ടെ, ശരിയായി. അപ്പൊ ദാ പഞ്ചർ അടിച്ചു, സോറി ട്യൂബ് മാറ്റിട്ടു, വണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെതാ ഷാൻക, നിങ്ങൾക്ക് എന്തോ ഒരു മ്ലാനത? അപ്പേ നമ്മളെ മുതലാളിക്കും ചെറിയൊരു പണി ഇട്ടിട്ടോ. എൻ്റെ കഴിഞ്ഞ ട്രിപ്പത്തെ അതേ പണി ഇങ്ങോട്ട് നോക്കി, ഇതാണ്ടോ സ്പോക്ക് പൊട്ടി. അപ്പം ഞാൻ അടുത്ത സൈക്കിൾ ഷോപ്പ് തപ്പണം, എന്നിട്ട് അലൈൻമെൻറ്റ് ലെവലാക്കിയിട്ട് സ്പോക്ക് മാറ്റിയിട്ട് നമുക്ക് റൈഡ് തുടരും. അപ്പോൾ വിട്ടാലോ? ഇപ്പോൾ ടൈം 6 മണി. മുതലാളി ഇതാ റെഡിയാണ്, നേരം വെളുത്തിട്ടുണ്ട്. സേല 6 മണി ആയിട്ടുണ്ട്, റൈഡ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ബ്ലിങ്കറോടെ സ്റ്റാർട്ടിങ് സെറ്റ്. അഹമ്മദാബാദ് 436 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ അതിരാവിലെ വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സൈക്ലിങ്ങിലേക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പൂതിയൊക്കെ ഉണ്ട്, പക്ഷേ രാവിലെ തന്നെ നല്ല പണി ഇട്ടുണ്ടേ. ഞാനൊരു രസം കാണിച്ചു തരാം. താഴെ റോഡ് പണി നടന്ന ടൈം അപ്പുറത്ത് കൂടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടോ? ബാരിക്കേഡ് കണ്ടോ? അത് മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മേലെ കൂടെയൊക്കെ ഫുള്ള് കാട് കൂടി നടന്നതാണ്. ആ ബാരിക്കേഡൊക്കെ വേസ്റ്റായി. ആ മുകളിൽ കാണുന്നുണ്ടോ വലിയൊരു ഫോർട്ട് മല? ആ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഞാനങ്ങനെ ഗൂഗിൾ നോക്കിയപ്പം നാനാഗഡ് ഫോർട്ടാണെന്നാണ് എനിക്കൊരു ഊഹം. നമ്മളെ മഹാരാഷ്ട്ര ട്രക്കിംഗ് ലിസ്റ്റിലെ ഒരു മോസ്റ്റ് ഫേമസ് അടിപൊളി ട്രക്കിംഗ് സ്പോട്ടാണത്, നാനാഗഡ്. എന്തായാലും നമുക്കെന്ത് റോട്ടിൽ നിന്ന് കാണാൻ ഭാഗ്യം കിട്ടി. ഇൻഷാ അല്ലാ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് എക്സ്പ്ലോർ ട്രക്ക് ടു മഹാരാഷ്ട്രയിലെ ടോട്ടൽ ഹിൽസ് നമുക്കൊന്ന് ട്രക്ക് ചെയ്യാനായിട്ട് വരണം. അന്ന് നമുക്ക് ലിസ്റ്റിലിടാം. അപ്പോൾ അതാ സെഹല ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളെ സെഹല ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സെഹല, എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ? അടിപൊളി ദിവസമായിരുന്നു. എന്തായാലും രാവിലെ തന്നെ ഒരു പഞ്ചറൊക്കെ കിട്ടി. ഏതായാലും കുറേ സമയം എടുക്കാണ്ട് പുതിയ ട്യൂബിലുണ്ട്, നമുക്ക് മാറ്റി വേണ്ട രാവിലെ തുടങ്ങാം. നമുക്കിതിപ്പോൾ ഒരു പോസിറ്റീവ് വൈബാക്കി എടുത്തിട്ടേ ഇനി നമുക്ക് ഉച്ചയാകുമ്പോഴത്തേന് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ നോക്കാം അല്ലേ? ഇൻഷാ അല്ലാ. അപ്പം ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതാ 6 മണി ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചവിട്ടിയാൽ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേന് എത്തിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളിന്ന് 6 മണിയായിട്ടുണ്ട്. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, പഞ്ചറായി, ചെറിയ പണികളൊക്കെ കിട്ടി. ഇപ്പോൾ ഇതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തു, 6 മണിയായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ്. അവിടെ തോട്ടിലൊരു ലോറി. ഇവിടെ അശേരിക്കാട് പറഞ്ഞിട്ടൊരു ടൂറിസം ഉണ്ട്. ഇത് തോന്നുന്നത് ആ ഒരു മലനെ ബേസ് ചെയ്തിട്ടുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ഒരു എക്കോ ടൂറിസമാണ്. ഇവിടുത്തെ എന്താ ഒരു പോലീസ് ജീപ്പും കാണുന്നുണ്ട്. എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. അയ്യവാ, ആ മല ഒരു രസമില്ല. അല്ലോ, കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മളെ നാനാഗഡ്. ഇതാ റോഡിൻ്റെ 2 സൈഡിലും നല്ല അടിപൊളി ട്രക്കിംഗ് സ്പോട്ടുകളാണ്.
ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാറിനോട് നമുക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് മുട്ടുകൈ ഹാൻഡിൽ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ലോക്ക് ചെയ്യാൻ മീൻസ് ജസ്റ്റ് ഒരു പിടുത്തം. അപ്പം നമുക്കെന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു അടിപൊളി റൂട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗിയറ് 3.6 3.7 ഇടുന്ന ടൈം നമുക്കിങ്ങനെ കുനിഞ്ഞിട്ട് ഓട്ടി കഴിഞ്ഞാൽ എയറിനെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്പീഡിൽ പോവാം. ചെറിയ ചെറിയ സ്ലോപ്പ് കിട്ടുന്ന ടൈം നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇങ്ങനെ നിന്നെടുത്താൽ ചവിട്ടും വേണ്ട, എയറിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്പീഡിൽ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് പോരുമ്പോഴേ നമ്മളതിലിങ്ങനെ പോവാം. അപ്പം ഇവിടെ താഴെ ഉണ്ട് ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടാണ്, മഹാരാഷ്ട്ര രജിസ്ട്രേഷനാണ്. അപ്പം നമ്മളിത് കണ്ടപ്പം വിചാരിച്ചെന്താ വെച്ചാൽ ഇവലെ ഓവർലാൻഡ് ട്രിപ്പാണെന്നാ. ഷാനിക്ക, ഞാൻ ഓവർലാൻഡ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാൽ ഇത് ജയ്സാൽമീർ, അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലുള്ളൊരു സിഖ് മന്ദിർ ഹിന്ദു മന്ദിർ. ആ ഒരു ഹിന്ദു മന്ദിറിലോട്ട് 24वां अवतार कृष्ण भगवान का 24वां अवतार. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഫ്ലാഗ്. आप जो सब पकड़ो, सब पकड़ो, लाकड़ी घुमाओ मामा, लाकड़ी घुमाओ. अब അപ്പോൾ ഇവർ രണ്ടാളും ഒരു ദിവസം ഏകദേശം 35-40 കിലോമീറ്റർ വെച്ച് നടന്നിട്ടാണ് പോകുന്നത്. ഏകദേശം 35 ടോട്ടൽ 35 ഡേ പ്ലാൻ. കിतना ഡേയ്സ് പ്ലാൻ? 35-40 days. 35-40 ദിവസത്തെ പ്ലാനാണ്. ഏകദേശം 1400 കിലോമീറ്റർ ആണ് കേട്ടോ വല്ല നാട്ടിൽ നിന്ന്, അതായത് പൂനെ टू रामदेवरा पोखरण. ഓക്കെ, പൂനെ ടു ഈ ഒരു രാംദേവ്ര പൊക്രാം. ഓക്കെ, അങ്ങോട്ട് 1400 കിലോമീറ്റർ ആണ്. ഭയ്യ ആപ്കാ നാം ക്യാ? അരവിന്ദ് പട്ടേൽ. कीर्ति कुमार पटेल. അപ്പോൾ ഇതാ രണ്ട് കീർത്തി സാറും അരവിന്ദ് സാറും ആണ് കേട്ടോ നമ്മളെ ഇന്ന് ഈ ഒരു കാൽനടയിലുള്ളത്. അപ്പോൾ സാറാണ് നമ്മളെ വണ്ടി നയിക്കുന്നത്. സാർ നാം അമൃത് പട്ടേൽ. അപ്പോൾ 3 പട്ടേൽ അല്ലേ? സർനെയിം പട്ടേൽ. ഓക്കെ. ഹൈവ നമ്മളിത് ഓവർലാൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് ഇങ്ങനെ ചെല്ലുകയാണ് ഓല അടുത്തേക്ക്. അപ്പോൾ ഓലിതൊരു ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അതായത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു പോവാണ്. ഓലും സന്തോഷം, നമ്മളും സന്തോഷം. ഹായ് സർ, ഗുഡ് മോർണിംഗ്. इधर जा रहे हैं? जूनागढ़. सर नाम आशीष जोशी. आप कहाँ से? आई एम फ्रॉम केरला. कश्मीर तक जा रहे हैं. ഇന്നലെ വൈകുന്നേരം നമ്മൾ ആ ദാബയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, നമ്മൾ സാബ് റോഡിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വണ്ടിയിൽ ലഗേജൊക്കെ അയച്ചു, ഉള്ളെടുത്ത് വെച്ചിട്ടുമില്ല, റോപ്പ് കെട്ടിയിട്ടുമില്ല ഉള്ള സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ സാബിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും കണ്ടിട്ടുണ്ട്. സാബിത ഓക്കെ പ്ലീസ്. അപ്പേ നമ്മളൊരു ദിവസം 70, 90, 100 കിലോമീറ്റർ ഒക്കെ അല്ലേ ചവിട്ടണേ. ആശാന്റെ ദിവസേ 120, 150. അത് നമ്മൾ ഗിയർ സൈക്കിളിന്നല്ല പോണത്. ആശാന്റെ ഈ ഗിയറില്ലാത്ത സൈക്കിളിലാണ് 120, 150 ഒക്കെ അടിക്കണം കേട്ടോ. പ്രശ്നമല്ല, നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാണ്. ആശാൻ ജസ്റ്റ് This is a Kutch, but I am going to Junagadh and next one I will return going to Kutch. Kutch. This Okay. is our group posted. Pakistan border. Pakistan nearby Matano Mud. This Devi temple. Okay. Matano Mud. സഹില അല്ല ജെർക്കിങ് ആണല്ലോ. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാ നമ്മളാ സൈക്ലിസ്റ്റിനെ കണ്ടിട്ട് എനിക്കെന്താ തോന്നുന്നേ? അടിപൊളി മനുഷ്യൻ. ഇതൊന്നുണ്ടല്ലോ പ്രായത്തിൻ്റെതോ നമ്മളെ കയ്യിലുള്ള എക്യുപ്മെന്റ്സിൻ്റെയോ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ഒക്കെ നമ്മളെ മൈൻഡിൻ്റെതാണ്. മൂപ്പരിപ്പോ ഒരു വണ്ടിയിലാ, പക്ഷെ മൂപ്പരൊക്കെ നമ്മളെ മുമ്പിലാ. മൂപ്പര് കേരളത്തിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രൈവ് നമ്മളെ ഗിയർ സൈക്കിളിൽ കൂടെ മൂപ്പരുടെ ഒരു വണ്ടി ആയിട്ട് പോലും മൂപ്പര് അടിപൊളിയാണ്.
ദിവസം എത്ര കിലോമീറ്റർ ചവിട്ട് വയ്ക്കുക? നമ്മൾ ഈ റൈഡിൽ ഏറ്റവും കൂടുതൽ ഒട്ടി 110. ഹാപ്പി. നമുക്കെന്തായാലും മൂപ്പരൊന്ന് പോയോക്കാം, സ്പീഡാക്കി. ഇതെന്താ സംഭവിച്ചാലേ നമ്മൾ ചവിട്ടിയിട്ട് മൂപ്പരെടുത്ത് ചില ഏരിയയിലൊന്നും എത്തണില്ല. സൈല ആഞ്ഞുപിടി. സൈലതാ മൂപ്പര് ഓവർടേക്ക് ചെയ്യാൻ പോവാട്ടോ. സാബ് ബൈ. ഈ വയലിൻ്റെ നേരെ അപ്പുറത്ത് നോക്കിയൊരു വീട്, ഒരു മണ്ണിൻ്റെ വീട്. അയ്യവ നല്ല രസമുണ്ട് കാണാൻ. അവിടെയൊക്കെ ഒരു ദിവസം കടന്നിറങ്ങിയ പൊളി വൈബാവും. അപ്പോൾ എന്താ അറിയില്ല, പൊളിയും വൈബും അടിപൊളിയും ഹൈവേ ഒക്കെ പിന്നെയും വരുന്നുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ മാറ്റി കൊണ്ടുവരും. ഒറ്റയടിക്ക് എടുത്ത് ഒഴിവാക്കാൻ കഴിയൂലല്ലത്. ഏകദേശം നമ്മളൊരു 5-6 കിലോമീറ്ററായി ഒരു ധാബ തപ്പണ്. ധാബ പോയിട്ടൊരു ഹോട്ടൽ പോലും ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ധാബ ഇങ്ങനെ കാണുന്നുണ്ട്. പോയോക്കട്ടെ, എന്താവും എന്നറിയില്ല. നല്ല ലോറിയൊക്കെ നിർത്തിയിട്ടാണ്. ഇവിടെ ഒരു ധാബുണ്ട്. എങ്ങനെ ഉണ്ടാവും ഫുഡ്? നമുക്ക് തിന്നാൻ പറ്റിയത്തുണ്ടാവുമോ? ഉണ്ടാവും. പഞ്ചാബി ധാബയാണ് ഡൗട്ടുണ്ട്. ഏതായാലും വേണ്ടിയില്ല, ഫുഡ് കിട്ടിയാൽ മതി. ആ നെൽപ്പാടത്തിൻ്റെ ഇടയിലൊക്കെ കണ്ടോ ഈന്തുംപട്ട? ഈന്തിൻ്റെ മറ്റേ മരം കണ്ടോ? നല്ല ഈന്ത് തിന്നാൻ പൂതിയാവുണ്ട്. ഈന്ത് ഒരു പൊടിയേ. മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് ഇവിടെ. അപ്പോൾ ദാ 1500 മീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ കടക്കാനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. 1500 മീറ്റർ, അതായത് 1.5 കിലോമീറ്ററും കൂടി കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രൻ്റെ RTO ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നുള്ള ബോർഡാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുജറാത്ത് കയറും. അപ്പോൾ നമ്മൾ ഈ യാത്രയിലെ 4ാമത്തെ സ്റ്റേറ്റ്. കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് 4ാമത്തെ സ്റ്റേറ്റ്. യെസ്, കാർ 1ലൂടെ നമുക്ക് പോവാം, അല്ലെങ്കിൽ എമർജൻസി കൂടിയും പോവാം. സാറെ ആ സൈഡിൽ നിന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ടോൾ പ്ലാസ കേട്ടോ. ബോർഡർ, അതായത് സ്റ്റേറ്റ് ബോർഡർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ടോൾ പ്ലാസയാണ്. നമുക്കിത് ആ കാർ P1 അതിലൂടെയാണ് പോകേണ്ടത്. അതുപോലെ ഈ 2 കാറും കൂടിയാണ് പോയിക്കോട്ടെ. ഇനി എടുത്തോ. അപ്പോൾ നമ്മൾ എമർജൻസി കൂടെയാണ് നമ്മളെ വിടുന്നത്. വാ, എമർജൻസി കൂടെ പോയിക്കട്ടെ. അതായാലോ. അപ്പോൾ ഇതാ എമർജൻസി കൂടെ നമ്മൾ പോണേ. അതുപോലെ നമ്മളെ പരിഗണിച്ചെന്നാണ് തോന്നുന്നത്. സൈല ഇത്രയും തോന്നെ വഴി ഉണ്ടാക്കി വെച്ചാൽ അതിനെ കൺഫ്യൂഷനിലാക്കോ? പോലെ നമ്മളെ പരിഗണിച്ചാണ്, അതുകൊണ്ട് എമർജൻസി കൂടെയൊക്കെ നമ്മളെ പുറത്ത് കിട്ടുകയാണ്. അടോക്ക് ഇത് ഇതിലയക്കന്നെ കയറ്റുക. മറ്റേ ലോറി അതിൽ തിരിഞ്ഞ് വരികയാണ് കണ്ടോ? ആ ലോറി അതിലൊക്കെ വിട്ടിട്ട് അതിലെങ്ങനെ തിരിഞ്ഞ് വരിക, കാർ ഇതിലെ പോവാം. അഹമ്മദാബാദ് 394 കിലോമീറ്റർ കേട്ടോ. വെയിൽ പറഞ്ഞാണ് കൊണ്ടുവന്നാളാ.
നമ്മളേ ആ ലോറി നിൽക്കണതാ ആ മെയിൻ റോഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പനൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു അടിപൊളി വഴി കണ്ടു. ഇവിടെ ഇങ്ങനെ നെൽപ്പാടം, ഈ നെൽപ്പാടം ഇങ്ങനെ വരുമ്പോഴാ അവിടെ ഒരു ഓല മേഞ്ഞ വീട്, അടിപൊളി വൈബാണ്. ഇവിടെ ഫുള്ള് നെൽപ്പാടം, ഇതിൽ ഈ നെൽപ്പാടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ്, ഈ സൈഡിലും നെൽപ്പാടം. ഇവിടെ അതാ നമ്മളെ ചെക്കുണ്ട് കേട്ടോ, കണ്ടോ നിൽക്കണ നിർത്താൻ കണ്ടോ. അപ്പോൾ അതാ സൈക്കിൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്, 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഇതാ നല്ല അത്യാവശ്യം വൈബ് നെൽപ്പാടുണ്ട്. അവിടെ ഒരു കുളമാണുള്ളത്, ആ ആലിൻ്റെ അപ്പുറത്തൊരു കുളമാണ്, അങ്ങോട്ട് വഴിയില്ല. കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട്. ഈ പ്രാക്കളെ നമ്മളെ കളിപ്പിക്കുകയാണ്. ഇവിടുന്ന് പാറും, ഇങ്ങോട്ട് ഫ്രണ്ടിൽ പോയിരിക്കും. ഞാൻ ചവിട്ടി വരുമ്പോൾ വീണ്ടും പാറും. ഇങ്ങനെ വലിയ ലഡാക്കറ്റം പോരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലഡാക്കൊക്കെ ആദ്യം പറന്നെത്തുന്ന പ്രാവ് വിലവും. വീണ്ടും പോട്ടെ, ചലോ ചലോ, ഇങ്ങോട്ട് വിടോ ഫ്രണ്ടിലോട്ട് വരിക ചങ്ങായിമാരെ, തേങ്ങാമാരങ്ങളെ കഥ. അതെ ഓല് പോയി, ടാറ്റാ ബൈ ബൈ, സി യു. അപ്പോൾ ഇതാ അടുത്ത സൈൻ ബോർഡ് കാണുന്നുണ്ട്, അഹമ്മദാബാദ് 386, വാപ്പി 22, സഞ്ജൻ 8. അപ്പോൾ നമ്മളെ വാപ്പിയിലോട്ട് ഇനി 22 കിലോമീറ്റർ ഉള്ളൂ. വാപ്പിയിൽ നിന്ന് നമ്മളെ ഷാൻ്റെ വണ്ടിൻ്റെ ഇല്ലി മാറ്റണം, സ്പോക്ക് മാറ്റണം. അപ്പോൾ എന്തായാലും വേഗം പോട്ടോ. റോഡിൻ്റെ 2 സൈഡിലും ഫുൾ ലോറികൾ നിർത്തിയിട്ടൊക്കെ കേട്ടോ. എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. 2 സൈഡിലും ഇതാ നിറച്ചുണ്ട്, 1-2 ഈ ഉന്തുവണ്ടി ഉണ്ടോ, അത് ചെറിയ വർക്ക്ഷോപ്പാണ് കണ്ടോ. ഹായ് ചങ്ങായിമാരെ, അപ്പോൾ നമ്മുടെ യാത്രയുടെ 36ാമത്തെ ദിവസം, നമ്മുടെ 3ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. വളരെ ഹാപ്പിയാണ്. ഞാനൊക്കെ അവിടെ ഉണ്ട്, സഹലിയാണ് ക്യാമറ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തിലാണ്. എന്തായാലും നമ്മൾ 3ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള വാപ്പിയിലോട്ട് 20 കിലോമീറ്റർ ഉള്ളൂ. വാപ്പിയിലെത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഷാനിക്കാട് സൈക്കിളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തിലാണ്. എന്തായാലും ബോർഡർ കടക്കാൻ കൊറോണയുടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കർണാടക കടന്നപ്പോൾ ഇഷ്യൂ ഉണ്ടായിരുന്നോ, കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്രയ്ക്ക് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ 3ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിലോട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര ചെയ്യാൻ പോകാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, കൊറോണയുടെ ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അവിടെ ഇതാ വലിയൊരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ, പക്ഷെ അതെന്താ അറിയില്ല, പൂട്ടി കിടക്കുകയാണ്. അതിൻ്റെ ഓപ്പണിങ് എൻട്രൻസ് ഒക്കെ മൊത്തം കാട് കൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ പതാകയും ഏന്തി ഗുജറാത്തിൻ്റെ മണ്ണിലേക്ക് സഹല സൈക്കിൾ ചവിട്ടി കയറുകയാണ്. ഫുള്ള് ചോന്ന മണ്ണ് തന്നെയാണ്. സഹല, ഇന്നെന്താ ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നത്? ഇന്നലത്തെ വെയിലും ഇന്നത്തെ ചാറ്റൽ മഴയും. ആ, ഇനി നമുക്ക് നേരെ സുഹൃത്ത് വിട്ടാലോ? അയ്യവാ, അപ്പം നമ്മളിതാ വാപ്പി മാർക്കറ്റാണ് ഇട്ടത്. വാപ്പി മാർക്കറ്റ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതേന്. സാറ് വന്നിട്ട് മലയാളത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മലയാളം തൊട പോലും. मेरा फ्रेंड था मलयालम से, त्रिवेंद्रपुरम से, एक त्रिशूर से था, एक कोट्टायम से था, तो इन लोग के साथ मेरा ग्रुप था. ഇപ്പൊ
മലപ്പുറത്ത് മൂന്നാളായില്ലേ मैं क्या है कि मेडिकल लाइन में था मैं, तो उसमें सब पूरा सीखा और मैं केरल गया भी था और आया भी, तो केरल के लोगों से मेरे को थोड़ा सा ज़्यादा लगाव है। तो ये बहुत अच्छी बात है कि आप लोग आए, तो अपने से जो बन सकता है मेरा कॉन्टैक्ट नंबर लीजिए। और आप लोग को बहुत बहुत विशेष है Thank you, sir. और ऑल द बेस्ट, हैप्पी जर्निंग जहाँ भी आप Thank you, लोग sir. हैं। तो मेरे तरफ से बहुत बहुत शुभकामनाएं, और कभी मौका मिलेगा तो हम लोग आपके साथ एक साथ साइकिल राइड पर आएंगे। അപ്പം ഞങ്ങളിവിടെ വന്ന് ഈ മാർക്കറ്റ് കാണാൻ വന്നതാട്ടോ. അപ്പോൾ തന്നെ ഇതുപോലെ ചായയൊക്കെ തന്നെ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ മാർക്കറ്റൊക്കെ ഒന്ന് മൊത്തം ചുറ്റി കാണണം. और प्लीज़ थोड़ा हमारे तरफ से चाय आप लोग कीजिए, जो भी अभी किधर किधर जा रहे हैं आप लोग? अभी हम वापी की तरफ जा रहे हैं। अब वापिस से फिर किधर जाएगा अपना काफिला? सूरत, अहमदाबाद, जयपुर, अजमेर, उत्तराखंड फ्रॉम मिस्टर रवि सिंह रावत माई ब्रदर। ये उत्तराखंड से हैं, कभी उत्तराखंड भी जाइए घूमने। हाँ, बहुत अच्छा लगा आपको। पानी पिलवाओ, चाय पिएंगे कॉफ़ी पिला? വെള്ളം മതിയായിരുന്നേടാ. അപ്പോൾ ഇതാ ഇതിന് 100, അതിന് 200. പിന്നെ ഏതാ വാങ്ങണ സൈല അതപ്പോ ഞാൻ നോക്കാം. നമ്മൾ ഏതാ ഒക്കെ പാടെ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായോ? ആപ്പിൾ വാങ്ങിയിട്ടേ ആപ്പിളാങ്ങാ നമുക്ക് സൈല എത്ര ആയിപ്പോ? ചെറുത് ചെറുപ്പാക്കണം. അത് മതി 1 കിലോ ആയിട്ടോ. വെക്ക് ഉണ്ടോ ഭയ്യത്? അയ്യോ 2 കൂടി. അപ്പോൾ സേലിയാണ് തിരഞ്ഞെടുക്കണം. ഇനി കേടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓളെ പറയാം. ഇത് കേട്ടങ്ങള് ഒരു മലയാളി. അയ്യോ ഇവിടെ വർക്ക് ഓക്കെ. നല്ല കഥ. പേര് അലക്സ്. അയ്യോ കേട്ടങ്ങള് വെള്ളം വേണോന്ന്. അടുത്ത ആള് വന്നു കേട്ടോ. നിങ്ങളവിടെ നാട്ടില് പേര് സാജൻ. ഇനി അറിയണ്ടോ അവിടെ മലപ്പുറത്ത് മലയാളികള്? ഓരോരുത്തരായിട്ട് നാട്ടിലെവിടെയാണ് വെള്ളം വേണം? ഷാമിൽ സഹ്ല. നിങ്ങളെ പേര്? റോബിൻ. എവിടെ നാട്ടില്? തിരുവല്ല. അല്ല ഇത് നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഷോപ്പ്? ആ ഓക്കെ. അല്ല മലയാളികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയാണ് കാശ്മീരിലോട്ട്. താങ്ക്സ് ഭയ്യ. അപ്പോൾ നമ്മളെ ഇല്ലി മാറ്റിട്ടോ. ഇല്ലി വേറൊരു ഇല്ലി ഇട്ടിട്ടുണ്ട്. അപ്പം രസം അതല്ല, ഇല്ലി മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതിന് കേട്ടോ. ആ നേരത്തെ ഇതാ ഭയ്യ നമ്മളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് ബ്രേക്ക് കേബിളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നോക്കി അയ്യവാ നല്ല ബ്രേക്കായി. സൈല പറയാതെ തന്നെ നമ്മളെ കേബിളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാനല്ല ആലോചിച്ചു, ഞാൻ പുതിയ കട്ട കെട്ടീനി. അയാൾ അത് ഊരി വേറെ ഇട്ടോന്ന് ഞാൻ ആലോചിച്ചു. അവിടുന്ന് മറ്റേ 300 റുപ്യൻ്റെ കട്ട ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ പുതിയ ഇട്ടണോല്. ഇനി എത്ര റുപ്യ വില്ല വരുന്നോ നോക്കാം നമുക്ക്. നമ്മളെ കേബിളൊക്കെ പുതിയത് വന്നപ്പോൾ തന്നെ ഇട്ട് സൈക്കിളിൻ്റെ ഇതൊക്കെ മാറ്റി, ഷാനുഖാൻ്റെ മാറ്റി. അപ്പോൾ വന്ന് ബില്ല് വെച്ചപ്പോൾ പയ്യെ പൈസ അങ്ങനില്ല. സൈല പയ്യെ പൈസ അങ്ങനില്ല. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ബായ് പറയണ എന്താ വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് അത്രയും ദൂരം പോവല്ലേ, ഇതൊക്കെ നമ്മളതിൻ്റെ ഭാഗമാണ്, അതായത് സൈക്ലിംഗ് കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാണെന്നാണ് ഭയ്യ പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇതാ ഇവിടെ ഉള്ള ഓരോരുത്തരുണ്ട്. ഭയ്യ ആപ്കാനാം മമ്മാലൂസ്. ठीक है. മുഹമ്മദ് അയ്യാൻ. ഓക്കെ താങ്ക് യു. നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഫസ്റ്റായിട്ട്
ഗൺമാനായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ നമ്മളെ കൂടെ ഉള്ളത്. സാറ് അത് നമുക്ക് സാറെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടോ. Cycling. After cycling, I did it my running also. I used to do practice for running. And I was the swimmer and I was the cyclist. Then no need to worry about Ironman. Okay. Before start only they are declared it. Okay. This fellow is going to be Ironman of India. That's And great. who has declared it, he was the Anand Joshi doctor, Okay. who used to operate all this cricket team and all. Cricket. Okay. वो അപ്പോൾ നമ്മളിതാ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാരിസ്ക അതുപോലെ തന്നെ നമ്മളെ സൈക്ലിസ്റ്റ് ഫ്രണ്ടും രണ്ടാളും കൂടെ നമ്മളിന്ന് ഫുഡ് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതാ മൂന്നാളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ അതാ നമ്മളെ ആരിസ്ക ചായ അടിച്ചു കൊടുക്കുകയാണ്. ഹായ് പോലും സൈല ഫുഡിങ് തുടങ്ങിയില്ലേ? ഷാനിക്കഥ ഓരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂട്ടത്തിലാകെ ഇന്ത്യയുടെ ഷാനിക്കാക്കാണല്ലോ. അപ്പോൾ ഷാനിക്കാനെ നേരെ ഓലെ മുമ്പിലാണ്ട് ഇരുത്തിയാണ്. ഓല് സംസാരിച്ചിരിക്കട്ടെ, നമുക്ക് ഫുഡിങ് അടക്കാം. ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവർ രണ്ടാളും ഡയറ്റിലാണെന്ന് പറഞ്ഞത്. പിന്നെ ആരിസ്ക വീട്ടിൽ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടുന്ന് കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ യാത്രയുടെ 36ാമത്തെ ദിവസം ഗുജറാത്തിൽ വാപ്പിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ റൈഡർ ഉണ്ട് ഹാരിസ് ജീലാനിക്ക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സംസാരിക്കാൻ കഴിയാത്ത ഭയ്യ ഇക്ക. അപ്പം ഇക്കൻ്റെ ഒരു നാട്ടിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത്, അതായത് വാപ്പിയിൽ. അപ്പം വാപ്പിയിൽ ഇന്ന് നമ്മളിതാ ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മളിതാ ഫസ്റ്റ് റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതില്ല റാഹത്താണ്, ഹാപ്പിയാണ്. ഇന്ന് ഏകദേശം നമ്മൾ ഉച്ചയാക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നാളെ സൂറത്ത് റൂട്ടിലാണ് പോകാനുള്ളത്. അപ്പം ഇന്ന് നല്ല വെയിലായിരുന്നു. രാവിലെ ഏകദേശം ഒരു 4 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 5:30 ആയപ്പോഴത്തേന് സൈലൻ്റെ വണ്ടി പഞ്ചറായി. അങ്ങനെ എന്തായാലും പഞ്ചറൊക്കെ അടിച്ച് ഒരു 6-6:15 ആയപ്പോഴത്തേന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേന് ഏകദേശം ഒരു 80 കിലോമീറ്റർ കവർ ചെയ്തു വാപ്പിയിലെത്തിയിട്ടുണ്ട്. ഇന്നെന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ യാത്രാവിശേഷങ്ങളിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.